നമസ്കാരം, STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സാംസ്കാരിക പ്രൗഢി വിളിച്ചോതി 13ാമത് ദേശീയ കുടുംബശ്രീ സരസ് മേളയ്ക്ക് ചാരശീലയിൽ തുടക്കം. കേരളത്തിൽ സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണത്തിൽ കുടുംബശ്രീ മുഖ്യ പങ്ക് വഹിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിദാരിദ്ര്യമുക്ത കേരളമെന്ന പ്രഖ്യാപനം സാധ്യമാക്കുന്നതിൽ കുടുംബശ്രീക്ക് മികച്ച പങ്ക് വഹിക്കാൻ കഴിഞ്ഞതായും മുഖ്യമന്ത്രി. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷാവസ്ഥയെ തുടർന്ന് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത ഏറെ നേരം സ്തംഭിച്ചു. വടക്കാഞ്ചേരി കോഴ വിവാദം അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. CPMന്റെ MP-മാർക്കും MLA-മാർക്കും പങ്കുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും DCC അധ്യക്ഷൻ. CPM സംസ്ഥാന സെക്രട്ടറി ആദ്യം തന്നെ പ്രതികരിച്ചതിൽ അസ്വാഭാവികത ഉണ്ടെന്നും ജോസഫ് ടാജറ്റ്. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസ്. ഗുരുവായൂർ സീറ്റിനായി ലീഗും കോൺഗ്രസും വടംവലി തുടങ്ങിയതോടെ വടക്കാഞ്ചേരി വിഷയം രൂക്ഷമായി. ലീഗിനെ എതിർക്കാൻ കോൺഗ്രസ് നീക്കം. മറ്റത്തൂരിലെ കൂട്ടുരാജിയും തൃശൂർ മേയർ തെരഞ്ഞെടുപ്പിലെ കോഴ വിവാദം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗും. UDF 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് UDF ചെയർമാൻ അടൂർ പ്രകാശ്. LDFനെ 3-ാം വട്ടം പിണറായി തന്നെ നയിക്കുമെന്നത് പിണറായിയുടെ മാത്രം തീരുമാനമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസ് MPയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണമെന്നും അടൂർ പ്രകാശ്. ഒറ്റപ്പാലം പനമണ്ണ ഇത്യൻമലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ക്വാറി പ്രവർത്തനത്തെ ജനകീയമായും നിയമപരമായും നേരിടുമെന്നും ജനകീയ സമരസമിതി. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടും അതെല്ലാം അവഗണിച്ച് ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയ നടപടിക്കെതിരെ ജനകീയ മാർച്ച് നടത്തുമെന്നും ജനകീയ സമിതി ഭാരവാഹികൾ. ഷൊർണൂരിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. സംഭവം നടന്ന JTS സ്കൂൾ പരിസരത്ത്. 2 പേർക്ക് നായയുടെ കടിയേറ്റു. ഒരാൾക്ക് നേരെ ആക്രമണം. പ്രദേശത്തെ ടൗൺ ഹാളിൽ തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണെന്ന് ആക്ഷേപം. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് മതേതരത്വത്തിൽ ഊന്നിക്കൊണ്ട് കാലികമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് AKSTU. വിദ്യാഭ്യാസ വകുപ്പിലെ അവ്യക്തവും ആശങ്കപ്പെടുത്തുന്നതുമായ ഉത്തരവുകൾക്ക് വ്യക്തത വരുത്തണമെന്നും AKSTU ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. AKSTU ജില്ലാ സമ്മേളനം പാലക്കാട്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഷൊർണൂരിലെ 3 പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടിയതെന്ന് CIT ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി. സ്വകാര്യവൽക്കരണത്തിലൂടെ സ്വകാര്യ പാർസൽ സർവീസുകളെയും പണമിടപാട് സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്നും CITU. ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം. മർദ്ദിച്ചത് തമിഴ്നാട്ടിൽ നിന്നും ബസ്സിൽ യാത്ര ചെയ്തിരുന്ന തീർത്ഥാടക സംഘം. ബസ് കസ്റ്റഡിയിലെടുത്ത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേരളത്തിൽ സ്ത്രീകളുടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണത്തിൽ കുടുംബശ്രീ മുഖ്യ പങ്ക് വഹിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം സാധ്യമാക്കുന്നതിൽ കുടുംബശ്രീക്ക് മികച്ച പങ്കുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. തൃത്താല ചാലിശ്ശേരിയിൽ 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ സമൂഹത്തിനുള്ള മതനിരപേക്ഷത കരുത്ത് ഇവിടെ മറ്റു രീതിയിൽ നടപടികൾ സ്വീകരിച്ചാൽ സമൂഹം അത് അംഗീകരിക്കില്ല എന്ന് അവർക്കറിയാം. മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കഠിനമായ ആക്രമണങ്ങൾ ഉണ്ടായാലും സർക്കാർ ഏജൻസികൾ മൗനം പാലിക്കുക, ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഗ്രാമീണ വനിതാ സംരംഭകരുടെ സാമ്പത്തിക ശാക്തീകരണത്തിന് ഏറെ സഹായമാകുകയാണ് സരസുൽപ്പന്ന വിപണന മേളകൾ. ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ അനുവദിക്കുന്ന 85 ലക്ഷം രൂപയും കേരള സർക്കാർ അനുവദിക്കുന്ന 50 ലക്ഷവും സ്പോൺസർഷിപ്പ് മുഖേന കണ്ടെത്തുന്ന ഫണ്ടുകളും അതോടൊപ്പം മേള സംഘടിപ്പിക്കുന്ന ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ ഉത്തരവിൻ പ്രകാരം ലഭിക്കുന്ന തുകയും ഉപയോഗിച്ചാണ് കുടുംബശ്രീ സരസ് മേളകൾ സംഘടിപ്പിക്കുന്നത്. ഇത് സ്ത്രീകളുടെ സാമൂഹ്യ മുന്നേറ്റത്തിനു കൂടിയുള്ള ഉപാധിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കേരളം മുന്നിലെത്തിയതിൽ കുടുംബശ്രീയുടെ ഇടപെടലുകൾക്ക് സവിശേഷ സ്ഥാനമുണ്ട്. നാടിൻ്റെ വികസന ചരിത്രം എന്നത് കുടുംബശ്രീയുടെ ചരിത്രമാണ്.
സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ സ്ത്രീകളുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയും കാരണമാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതികൾക്കൊപ്പം സാമ്പത്തിക മുന്നേറ്റം കൂടി കൈവരിച്ചാൽ മാത്രമേ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാകുള്ളൂ. ഇതിന് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്തണം. വിപണി വിപുലീകരണവും സംരംഭകർക്ക് കൂടുതൽ വിപണി അവസരങ്ങളും ലഭ്യമാക്കണം. വൻകിട ചെറുകിട വികസന പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സരസ് മേളകൾ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സാംസ്കാരിക പ്രൗഢി വിളിച്ചോതി 13ാമത് ദേശീയ കുടുംബശ്രീ സരസ് മേളയ്ക്ക് ചാലശ്ശേരിയിൽ തുടക്കം. വാദ്യഘോഷാകമ്പടിയോടെ കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതീകങ്ങളുമായി നീങ്ങിയ ഘോഷയാത്രയിൽ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളും ഒത്തുചേർന്നപ്പോൾ ഘോഷയാത്ര വർണ്ണാഭമായി. 10,000ങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. പാലക്കാട് ജില്ലയിലെ ചാലശ്ശേരി വേദിയാവുകയാണ് 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം ചാലിശ്ശേരിയുടെ പ്രൗഢി വിളിച്ചോതി നടത്തിയ വിളംബര ഘോഷയാത്രയോടെ 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് ഉജ്ജ്വല തുടക്കം. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MP രാജേഷ് ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. 13ാമത് സരസ് മേളയുടെ പ്രതീക സൂചകമായി 13 പതാകകൾ വഹിച്ചായിരുന്നു ഘോഷയാത്ര. വാദ്യഘോഷാകമ്പടിയോടെ കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതീകങ്ങളായ തെയ്യം, തിറ, കരിങ്കാളി, കഥകളി തുടങ്ങിയ ആവിഷ്കാരങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. മുത്തുക്കുടകളും കേരളത്തിലെ തനത് കലാരൂപമായ മോഹിനിയാട്ടവും ഒപ്പം ഒപ്പനയും ശിങ്കാരിമേളത്തിനൊത്ത ചുവടും ചേർന്നപ്പോൾ ഘോഷയാത്ര വർണ്ണാഭമായി. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ഘോഷയാത്രയിൽ പങ്കെടുക്കാനെത്തിയവർ ചാലശ്ശേരി ഖദീജ മൻസിൽ പെട്രോൾ പമ്പിന് സമീപത്തു നിന്നും തുടങ്ങി ഉദ്ഘാടനവേദിയായ മുലയംപറമ്പ് മൈതാനിയിൽ പ്രവേശിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങി 10,000ങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. സംഘർഷാവസ്ഥയെ തുടർന്ന് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത ഏറെ നേരം സ്തംഭിച്ചു. ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായ ഉന്തും തള്ളും പ്രദേശത്ത് ഏറെ നേരം പരിഭ്രാന്തി പരത്തി. പ്രതിഷേധത്തെ തുടർന്ന് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് തലേന്ന് മുസ്ലിം ലീഗ് സ്വതന്ത്രാംഗം EU ജാഫറിന് 50 ലക്ഷം രൂപയോ പ്രസിഡന്റ് സ്ഥാനമോ വാഗ്ദാനം ചെയ്തുവെന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടെയാണ് വിവാദം ഉടലെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി കോഴ വിവാദം അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. CPMന്റെ MP-മാർക്കും MLA-മാർക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആദ്യം തന്നെ പ്രതികരിച്ചതിൽ അസ്വാഭാവികത ഉണ്ടെന്നും ജോസഫ് ടാജറ്റ് തൃശൂരിൽ പറഞ്ഞു. കോഴ വിവാദത്തിൽ വിശദമായി അന്വേഷണം നടത്തണമെന്നും ആരാണ് ഇതിന് പിന്നിലെന്നും കണ്ടെത്തണം. CPMന്റെ MP-മാർക്കും MLA-മാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തണം. CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവിൻ്റെ ശബ്ദരേഖ പ്രധാന തെളിവാണിതിന്. ജാഫർ നിഷേധിച്ച കാര്യം നിയമത്തിൻ്റെ പരിധിയിൽ തെളിയിക്കാനാകും. ഒരു വശത്ത് മുസ്തഫയാണെന്ന് പറയുന്ന LDF-കാർ ബാബുവും ജാഫറും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. വടക്കാഞ്ചേരിയിലെ കോഴ വിവാദം സംബന്ധിച്ച് CPM ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. വല്ലച്ചിറയിലും വടക്കാഞ്ചേരിയിലും മറ്റത്തൂരും LDF ചെയ്തത് ജനം കണ്ടുകഴിഞ്ഞു. BJP വോട്ട് അസാധുവായതിനെ തുടർന്ന് ഭരണം പിടിച്ച വല്ലച്ചിറയെക്കുറിച്ച് CPM ജില്ലാ സെക്രട്ടറി മിണ്ടുന്നില്ല. വല്ലച്ചിറയിൽ രാജിവെക്കാൻ CPM തയ്യാറാകുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി ആദ്യം പ്രതികരിച്ചതിൽ അസ്വാഭാവികതയുണ്ടെന്നും ടാജറ്റ് പറഞ്ഞു. തീർച്ചയായിട്ടും തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് കേസ് രജിസ്റ്റർ ചെയ്യിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തായാലും പാർട്ടി സ്വീകരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഇത് രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയും ജനാധിപത്യത്തിന് വിരുദ്ധമായൊരു നടപടിയാണ് അവിടെ ഉണ്ടായത്. അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ലീഗ് സ്വതന്ത്രൻ വോട്ട് ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ട്. 50 ലക്ഷത്തിൻ്റെ വോയിസ് വന്നിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് എന്ത്
എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞങ്ങൾ നേരിടാമെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളല്ലേ പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ ഇതിന് തക്കതായ വലിയ തെളിവുകൾ ഉണ്ട്, അത് പുറത്തു വരും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസ്. ഗുരുവായൂർ സീറ്റിനായി ലീഗും കോൺഗ്രസും വടംവലി രൂക്ഷമായ സാഹചര്യത്തിൽ വടക്കാഞ്ചേരി വിഷയത്തിൽ രൂക്ഷമായി എതിർക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം. മറ്റത്തൂരിലെ കൂട്ടരാജിയിലും മേയർ തെരഞ്ഞെടുപ്പിലുമായി തൃശ്ശൂരിൽ ഉണ്ടായ കോഴ വിവാദത്തിലും ലീഗ് കോൺഗ്രസിനെയും പ്രതിരോധിക്കാനാണ് നീക്കം. വടക്കാഞ്ചേരിയിലെ കോഴ വിവാദം CPMനെ പ്രതിരോധത്തിലാക്കുന്നതിനൊപ്പം UDFനുള്ളിലും തലവേദനയാകുന്നു. ഇതിന് പ്രധാന കാരണം ഗുരുവായൂർ സീറ്റിനെ ചൊല്ലിയുള്ള കോൺഗ്രസ് ലീഗ് മത്സരമാണ്. വീണ് കിട്ടിയ വടി ഉപയോഗിച്ച് ലീഗിനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്വതന്ത്രനായ KU ജാഫർ LDFന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. വോട്ടിന് പാരിതോഷികമായി 50 ലക്ഷം രൂപ ലഭിച്ചുവെന്ന ശബ്ദരേഖ പുറത്തു വന്നതോടെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം പ്രതിരോധത്തിലായത്. സംഭവം വിവാദമായതിന് തൊട്ടു പിന്നാലെ ജാഫറിനെ ലീഗിൽ നിന്ന് പുറത്താക്കുകയും തുടർന്ന് ഇയാൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജാഫറിനെതിരെ പരസ്യ പ്രതിഷേധവുമായി ഇന്നലെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയതോടെയാണ് സംഭവം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയത്. ജാഫർ വെങ്കിടങ്ങ് പഞ്ചായത്ത് ഓഫീസിന് സമീപം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു നിൽക്കുന്നതിനിടയിലാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തിയത്. മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് തൊട്ടുപിന്നാലെ ജാഫറിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് കരിങ്കുടിയുമായി പാഞ്ഞെടുക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്തു നിന്നും ഒരു വീടിൻ്റെ പറമ്പിലൂടെ റോഡിലേക്ക് എത്തി സുഹൃത്തിൻ്റെ ബൈക്കിൽ കയറി കഷ്ടിച്ചാണ് ജാഫർ രക്ഷപ്പെട്ടത്. ജാഫർ ഒടുവിൽ പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു. KU ജാഫറിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനെതിരെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം കടുത്ത എതിർപ്പിലാണ്. ജാഫറിന് പാർട്ടി സംരക്ഷണം നൽകണമെന്നാണ് ലീഗിൻ്റെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. UDF 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്ന് UDF ചെയർമാൻ അടൂർ പ്രകാശ്. LDFനെ 3-ാം വട്ടം പിണറായി തന്നെ നയിക്കുമെന്ന പിണറായിയുടെ മാത്രം തീരുമാനമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസ് MP തമ്മിലുള്ള ബന്ധം എന്താണെന്നും അന്വേഷിക്കണമെന്നും അടൂർ പ്രകാശ് വടക്കഞ്ചേരിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് UDFന് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾക്ക് ശേഷം മാത്രമേ UDF സീറ്റ് വിഭജനത്തിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും കടക്കുകയുള്ളൂ. മുസ്ലിം ലീഗ് UDFിലെ പ്രധാന കക്ഷിയാണ്. ഘടകകക്ഷികൾക്ക് അറിയിക്കുന്ന പ്രാധാന്യം ഉണ്ടാകും. MP മാർ മത്സരിക്കുന്ന കാര്യത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്ന കാര്യത്തിലും അന്തിമ തീരുമാനം AICCയുടേതാണ്. മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാ കാര്യത്തിലും പരിഗണിക്കും. പിണറായി തന്നെ LDFനെ 3-ാമതും നയിക്കുമെന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ തീരുമാനമാണ്. മറിച്ചൊരു തീരുമാനത്തിന് വേണ്ട ചർച്ച മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവില്ല. ജനാധിപത്യം നഷ്ടപ്പെട്ട പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി മാറി. സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് നേരെയുള്ള അന്വേഷണം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. ശബരിമലയിൽ നിന്ന് എത്ര സ്വർണം നഷ്ടപ്പെട്ടുവെന്നോ, എങ്ങനെ നഷ്ടപ്പെട്ടുവെന്നോ, എവിടേക്ക് പോയെന്നോ അന്വേഷിക്കുന്ന കാര്യത്തിൽ SIT എത്തുന്നില്ലെന്ന സംശയമുണ്ട്. അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. ഏതായാലും ആ ആഭ്യന്തര കാര്യം എന്നുള്ള നിലയിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനം തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നടപ്പാക്കാറുള്ളത്. അതല്ലാതെ കണ്ട് അതിനകത്തെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലുള്ള യാതൊരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല. അപ്പോൾ ജനാധിപത്യത്തിന് ഒരു വില കൊടുക്കാതെയുള്ള ഏകാധിപത്യ പ്രവണതയുമായി അവർ മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു 3-ാം തവണയും പിണറായിയുടെ സർക്കാർ വരുന്നതിന് വേണ്ടി അതിനെ നയിക്കും എന്ന് അവർ പറയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയം ആർക്കും വേണ്ട. ഞങ്ങൾ 100 സീറ്റിലധികം നേടിയെടുത്തുകൊണ്ട് UDF അധികാരത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം പനമണ്ണ ഇത്യൻ മലയിൽ പ്രവർത്തനം തുടങ്ങിയ കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ക്വാറി പ്രവർത്തനത്തെ ജനകീയമായും നിയമപരമായും നേരിടുമെന്ന് ജനകീയ സമിതി വ്യക്തമാക്കി. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലേക്ക് പരാതി നൽകിയെങ്കിലും അതെല്ലാം അവഗണിച്ചാണ് ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നതെന്നും ഇതിനെതിരെ ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്നും സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. ജനവാസ മേഖലയിൽ ക്വാറിക്ക് അനുമതി നൽകിയതിനെതിരെ ക്വാറിയുടെ പ്രവർത്തനം നേരിട്ട് ബാധിക്കുന്ന പ്രദേശത്തെ 4 വാർഡുകളിലെ ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ജനകീയമായും നിയമപരമായും നേരിടുമെന്ന് നഗരസഭാ കൗൺസിലർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള ജനകീയ സമിതിക്ക് രൂപം നൽകി. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സൗത്ത് പനമണ്ണ പൊതുജന വായനശാല സെന്ററിൽ നിന്നും ക്വാറിയിലേക്ക് ബഹുജന മാർച്ച് നടത്തും. നഗരസഭയിലെ പനമണ്ണ വട്ടാൽ, വായനശാല, വീട്ടാമ്പാറ വാർഡുകളിലെയും അലങ്ങനടി പഞ്ചായത്ത് അമ്പലവട്ടം വാർഡിലെയും 100 കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും
പരിസ്ഥിതിക്കും ഭീഷണിയാകുമെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. പ്രദേശത്തെ 2 സ്കൂളിൽ പഠിക്കുന്ന 400-ലേറെ വിദ്യാർത്ഥികൾക്കും ക്വാറി ഭീഷണിയാണ്. 2015 മുതലാണ് ക്വാറി പ്രവർത്തനം തുടങ്ങാനുള്ള നടപടികൾ നടക്കുന്നത്. അന്നു മുതൽ തന്നെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കഴിഞ്ഞ വർഷം നഗരസഭാ കൗൺസിലും വിഷയം ചർച്ചയായിരുന്നു. എന്നാൽ ജനങ്ങൾ ജില്ലാ കലക്ടർ, ഒറ്റപ്പാലം സബ് കലക്ടർ, ജിയോളജി വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, നഗരസഭ എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ സർക്കാർ വകുപ്പുകൾക്കെല്ലാം നിരവധി തവണ പരാതി നൽകിയിട്ടും അതെല്ലാം അവഗണിച്ചാണ് ക്വാറിക്ക് പ്രവർത്തനാനുമതി ലഭിച്ചിരിക്കുന്നത്. ക്വാറിയിലേക്ക് വാഹനങ്ങൾ വരുന്നതിനും പോകുന്നതിനും നേരത്തെയുണ്ടായിരുന്ന വഴിക്ക് പകരം 8 മീറ്ററോളം വീതിയുള്ള പുതിയ വഴി ഉണ്ടാക്കിയിരുന്നു. ഇതോടെയാണ് ക്വാറിക്ക് വകുപ്പിൽ നിന്ന് അനുമതി ലഭിച്ചതെന്നാണ് ജനപ്രതിനിധികൾ പറയുന്നത്. വാർഡ് കൗൺസിലർമാരായ അർച്ചന സജിത് ചെയർമാനും ഷിബു കൺവീനറായും പഞ്ചായത്ത് അംഗമായ പ്രദീപ് കുമാർ ഖജാൻജിയുമായുള്ള 21-അംഗ സമിതിയാണ് രൂപീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിൽ വീണ്ടും തെരുവ് നായ്ക്കളുടെ ആക്രമണം. ഷൊർണൂർ JTS സ്കൂൾ പരിസരത്തായിരുന്നു സംഭവം. 2 പേർക്ക് നായയുടെ കടിയേൽക്കുകയും ഒരാൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. പ്രദേശത്തെ പുതിയ ടൗൺ ഹാളിൽ നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഷൊർണൂരിൽ വീണ്ടും തെരുവ് നായ്ക്കളുടെ ആക്രമണം. ശനിയാഴ്ച രാവിലെ 9 മണിയോടെ JTS സ്കൂൾ പരിസരത്തായിരുന്നു സംഭവം. 3 പേർക്ക് നേരെയാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. JTSന് മുൻവശത്തെ വിജയ പ്രസ്സിലെ ജീവനക്കാരി പ്രീജയ്ക്കും പാതയിലൂടെ നടന്നു പോകുകയായിരുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കും കടിയേറ്റു. രാവിലെ പ്രസ്സിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപാണ് പ്രീജയ്ക്ക് കാലിൽ കടിയേറ്റത്. പ്രീജ പിന്നീട് ഷൊർണൂർ ഗവൺമെൻറ് ആശുപത്രിയിലെത്തി ഇഞ്ചക്ഷൻ എടുത്തു മടങ്ങി. രാവിലെ 6 മണിക്ക് നടക്കാനിറങ്ങിയ ഷൊർണൂർ ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനൂജിന് നേരെ നായയുടെ ആക്രമണമുണ്ടായി. ഇയാൾ ഓടിയതോടെ കടിയേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. നായ്ക്കൾ കൂട്ടത്തോടെയാണ് വരുന്നതെന്നും കാൽനടയാത്ര വളരെ ഭീതിയിലായിട്ടുണ്ടെന്നും ടൗൺ ഹാളിൽ കൂട്ടത്തോടെ തെരുവ് നായ്ക്കൾ തമ്പടിച്ചിരിക്കുകയാണെന്നും ശ്രീജിത്ത് STVയോട് പറഞ്ഞു. 9 മണിയോട് കൂടിയിട്ടാണ് സംഭവം ഉണ്ടായത്. ആള് ഇവിടുത്തെ ജീവനക്കാരിയാണ്. ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു നായ ആക്രമിക്കുകയുണ്ടായി. അപ്പോൾ എന്താ വെച്ചാൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിനെ ആക്രമിച്ചിട്ട് അവരവിടെ നിൽക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഫയർ സ്റ്റേഷനിലൊരു ഓഫീസറുടെ പിന്നാലെ രാവിലെ നടക്കാറിറങ്ങിയപ്പോൾ പിന്നാലെ ഓടലുണ്ടായി. പിന്നെ ഇതിനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് ആ നായ. അപ്പോൾ അതിന് എന്തെങ്കിലും നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിവരം കൊടുത്തിട്ടുണ്ട് നഗരസഭയിലേക്ക്. അപ്പോൾ അതിനുള്ള നടപടി എന്തായാലും ഇതായിട്ട് എടുക്കണം. ഇവിടെ ഈ JTS സ്കൂള് നാളെ രാവിലെ തിങ്കളാഴ്ച തുറക്കുകയാണല്ലോ. സ്കൂൾ വരുമ്പോൾ കുട്ടികളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ശല്യമായിട്ട് തീരും. കുട്ടികൾക്ക് അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി തന്നെ എടുക്കണം. തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായ സംഭവ വിവരം അറിഞ്ഞ് വാർഡ് കൗൺസിലർ E. ഗീത സ്ഥലത്തെത്തിയിരുന്നു. വിഷയം അടിയന്തര പ്രാധാന്യത്തോടുകൂടി അടുത്ത കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് കൗൺസിലർ ഗീത പറഞ്ഞു. എൻ്റെ വാർഡിലെ JTS സ്കൂളിൻ്റെ അവിടെയുള്ള ടൗൺ ഹാളിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു നായ, തെരുവ് നായയാണ്, 2 പേരെ കടിച്ചു. വിജയ പ്രസ്സിലെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടീനെയും പിന്നെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ ഓടിച്ചു. അയാൾ ഓടി രക്ഷപ്പെട്ട കാരണം കടി കിട്ടിയില്ല. അപ്പോൾ ഇത് ഗൗരവമായി ചിന്തിക്കണം. അടുത്ത കൗൺസിലിങ്ങിൽ ചെയർപേഴ്സണിനോടും മീറ്റിങ്ങിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കാര്യമായിട്ട് തന്നെ എടുക്കണമെന്ന് പറയുന്നു. ന്യൂസ് ഉണ്ട് ഷൊർണൂർ. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് മതേതരത്തിൽ ഊന്നിക്കൊണ്ട് കാലികമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് AKSTU. വിദ്യാഭ്യാസ വകുപ്പിലെ അവ്യക്തവും ആശങ്കപ്പെടുത്തുന്നതുമായ ഉത്തരവുകൾക്ക് വ്യക്തത വരുത്തണമെന്നും AKSTU പാലക്കാട് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലാ സമ്മേളനം AKSTU സംസ്ഥാന പ്രസിഡന്റ് KK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. AKSTU സംസ്ഥാന പ്രസിഡന്റ് KK സുധാകരൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ പുരോഗമന നവോത്ഥാന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന തിരിച്ചറിവിലാവണം സംസ്ഥാനത്തെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കേരളത്തിലെയാണ്. അത് നമ്മൾ വ്യക്തമായി നമ്മൾക്ക് ബോധ്യമുള്ളവരാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനം എന്നത് സാധാരണക്കാരുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. അത് നമ്മുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ആ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാനുള്ള വലിയ ക്യാമ്പയിൻ നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ നമ്മുടെ സംഘടനകൾ, നമ്മുടെ കൂടെ നിന്നവർ, നമ്മുടെ സഹോദരങ്ങൾ മാത്രമല്ല, നമ്മുടെ അപ്പുറം നമ്മുടെ നിലപാടുകൾക്കെതിരെ നിൽക്കുന്ന സംഘടനകളും പോലും അധ്യാപകർക്ക് അവകാശപ്പെട്ട ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതും വൈകിപ്പിക്കുന്നതും ജീവനക്കാരെ
സർക്കാർ ഇടതുവിരുദ്ധ ചേരിയിലെത്തിക്കും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിനും മുന്നണിക്കും ഒരു പാഠമാവണമെന്നും കെ സുധാകരൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സി രണദീപ് അധ്യക്ഷത വഹിച്ചു. എൻ സതീഷ് മോൻ, എൻ വിനോദ്, MS റീജ, MS അനിൽകുമാർ, KP വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര സർക്കാരിൻ്റെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി വർഷങ്ങളോളം പ്രവർത്തിച്ചു വന്നിരുന്ന ഷൊർണൂരിലെ 3 പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടിയതായി CIT ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി. സ്വകാര്യവൽക്കരണത്തിലൂടെ സ്വകാര്യ പാർസൽ സർവീസുകളും പണമിടപാട് സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും CITU ആരോപിച്ചു. ഒറ്റപ്പാലം ഡിവിഷനിൽ ഉൾപ്പെടുന്ന ഷൊർണൂരിലെ വിവിധ ഓഫീസുകളായ പരുത്തിപ്ര, ബറ്റിൻ നഗർ, KS സമാജം എന്നിങ്ങനെ 3 ബ്രാഞ്ച് ഓഫീസുകളാണ് നിർത്തലാക്കിയത്. മുതിർന്നവരുടെയും കുട്ടികളുടെയും സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാൻ അവരുടെ ചുറ്റുവട്ടത്ത് പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസുകളുടെ കഴിയുമായിരുന്നത് ഇല്ലാതാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. സ്വകാര്യവൽക്കരണത്തിലൂടെ സ്വകാര്യ പാർസൽ സർവീസുകളെയും പണമിടപാട് സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ജനദ്രോഹ നടപടികളാണ് കേന്ദ്ര സർക്കാർ പ്രാവർത്തികമാക്കുന്നതെന്ന് CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി ആരോപിച്ചു. പ്രതിഷേധാർഹമായ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം. പരിക്കേറ്റ പോലീസ് ഓഫീസർ ഹരീഷിനെ ദേവസ്വം മെഡിക്കൽ സെൻ്ററിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട്ടിൽ നിന്നും വന്ന സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് വൺവേ തെറ്റിച്ച് യാത്ര ചെയ്തത്. സംഭവത്തിൽ ബസ് ഗുരുവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മഞ്ജുലാൽ ജംഗ്ഷനിൽ ശനിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല ദർശനം കഴിഞ്ഞു വരികയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ് മേൽപ്പാലം ഇറങ്ങി ഇടത്തോട്ട് തിരിയുന്നതിന് പകരം വലത്തോട്ട് തിരിയുകയായിരുന്നു. ഇടത്തോട്ട് തിരിയാൻ ഹരീഷ് നിർദ്ദേശം നൽകിയെങ്കിലും ബസ് മുന്നോട്ടെടുത്തു. ഹരീഷ് പിറകെ എത്തി കൈകൊണ്ട് ബസ്സിലടിച്ചു. ബസ്സിൻ്റെ ഇടതുഭാഗത്തുള്ള ക്വാർട്ടർ ഗ്ലാസ് പൊട്ടി ഹരീഷിൻ്റെ കൈക്ക് പരിക്കേറ്റു. ഇതേ തുടർന്ന് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ തമിഴ്നാട് സ്വദേശികളും ബസ് ജീവനക്കാരും ഹരീഷിനെ മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ ഹരീഷിനെ ദേവസ്വം മെഡിക്കൽ സെൻ്ററിൽ പ്രവേശിപ്പിച്ചു. ബസ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിർമ്മാണ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന എഞ്ചിനീയർ, സൂപ്പർവൈസർ പ്രൊഫഷണലുകൾക്ക് അർഹമായ പരിഗണന നൽകുന്നില്ലെന്ന് റൺസ്ഫെഡ് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ക്ഷേമനിധിയിൽ പോലും അംഗത്വം ലഭിക്കാതെ അവഗണന നേരിടുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംഘടനയുടെ ജില്ലാ കൺവെൻഷൻ ഈ മാസം 5-ന് നടക്കുമെന്നും ഭാരവാഹികൾ പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേമനിധിയിൽ പോലും അംഗത്വം ലഭിക്കാതെ അവഗണന നേരിടുകയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. സാധന സാമഗ്രികളുടെ വിലക്കയറ്റം, തരം മാറ്റൽ പ്രക്രിയ, തൊഴിലാളികളുടെ കുറവ്, മണലിൻ്റെ ദൗർലഭ്യം എന്നിവ മൂലം നിർമ്മാണ മേഖല ബുദ്ധിമുട്ടുകയാണ്. ഇത് പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. നദികളിൽ നിന്നും മണൽ ശേഖരിച്ചാൽ പ്രളയസമയത്ത് ഉണ്ടാകുന്ന ദുരന്തം പരിഹരിക്കാനാകുമെന്നും എംസാൻഡിന് ഗുണമേന്മ പരിശോധന ഉറപ്പാക്കണമെന്നും റൺസ്ഫെഡ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കേരളത്തിൽ 2 ജില്ലകൾ ഒഴിച്ച് ബാക്കിയുള്ള ജില്ലകളെല്ലാം വ്യാപിച്ച് കിടക്കുന്ന ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് എന്നീ ലൈസൻസ് സൂപ്പർവൈസർമാരുടെ ഒരു കൂട്ടായ്മയാണ് റൺസ്ഫെഡ്. കേരളത്തിൽ മിക്ക പഞ്ചായത്തുകളിലും പ്ലാനുകൾ ഉണ്ടാക്കി ഡിസൈൻ ചെയ്ത് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ആയതിൻ്റെ കംപ്ലീഷൻ കൊടുക്കുന്നവരെ കൃത്യമായി ഈ മേഖലയിൽ കാര്യങ്ങൾ ചെയ്യുന്ന എഞ്ചിനീയേഴ്സും സൂപ്പർവൈസറുടെയും സംഘടന കൂടിയാണ് റൺസ്ഫെഡ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. സംഘടനയുടെ ജില്ലാ കൺവെൻഷൻ ഈ മാസം 5-ന് DPO റോഡിലുള്ള NSS കരയോഗം ഹാളിൽ നടക്കുമെന്നും പ്രഭാകരൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംസ്ഥാന പ്രസിഡന്റ് സജീവ് കുര്യാക്കോസ് മുഖ്യ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് P ബാസി, PC ബാബു, V മധു, ശശികുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മംഗല ഗ്രാമപഞ്ചായത്തിൽ താൽക്കാലിക ജീവനക്കാരനായ മുൻ ഭരണസമിതി നിയമിച്ച ഡ്രൈവറെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധം ശക്തം. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. 2021 മുതൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന MT ഗിരീഷിനെയാണ് സെക്രട്ടറി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ടതെന്നാണ് ആക്ഷേപം. മുൻ ഭരണസമിതിയാണ് ഡ്രൈവറെ നിയമിച്ചത്. പുതിയ ഭരണസമിതിയുടെ തീരുമാനം വരെ ഇയാൾക്ക് ഡ്രൈവറായി തുടരാം.
അല്ലെങ്കിൽ രേഖാമൂലം സെക്രട്ടറി എഴുതി നൽകണമെന്നും 2023 തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവിൽ 15 ദിവസം മുൻപ് പിരിച്ചുവിടാനുള്ള നോട്ടീസ് രേഖാമൂലം നൽകണമെന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാതെയാണ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ജോലിയിൽ നിന്നും ഒഴിവാൻ ടെലിഫോണിൽ ആവശ്യപ്പെട്ടത്രേ. ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം ഗിരീഷ് പരാതി കൈമാറിയിട്ടുണ്ട്. 2-ാം തീയതി പഞ്ചായത്ത് ലീവായതുകൊണ്ട് വൈകുന്നേരം 7 മണിക്ക് സെക്രട്ടറി വിളിച്ചിട്ട് അവിടെ CPM ഭരണം വന്നതുകൊണ്ട് ചാവി കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ചാവി ഏൽപ്പിക്കാൻ വേണ്ടി ഫോണിലൂടെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ രേഖാമൂലം കത്ത് തരണമെന്ന് ചോദിച്ചപ്പോൾ അല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചാവി കൊടുത്തിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിൽ ഭയങ്കര പ്രതിഷേധാർഹതമാണ്. ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതിൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. ഒരാളെ അപ്പോയിൻമെൻ്റ് ചെയ്യുമ്പോഴോ പിരിച്ചുവിടുമ്പോഴോ അതിൻ്റേതായ രേഖാമൂലം ലെറ്റർ കൊടുക്കണ്ടേ. ഒരു 15 ദിവസം ടൈമൊക്കെയാണ് ചോദിക്കുന്നത്. അതില്ലെങ്കിലും രേഖാമൂലം ഞാൻ എന്തായാലും ഇറങ്ങാൻ നിൽക്കുക. വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അച്യുതൻകുട്ടി അറിയിച്ചു. ഇപ്പോൾ മാറി വന്ന ഭരണസമിതി ആ ഡ്രൈവറെ മാറ്റാൻ നിർദ്ദേശം കൊടുത്തിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്താ കാര്യം എന്നറിയില്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടിക്കൊണ്ട് സെക്രട്ടറി ഒഴിവ് ദിനത്തിൽ, അതായത് ഇന്നലെ പബ്ലിക് ഹോളിഡേ ആയിരുന്ന പഞ്ചായത്തിൽ, വൈകുന്നേരം 7 മണിക്ക് ഡ്രൈവറെ ഫോണിൽ വിളിച്ച് പറയുകയാണ് നാളെ രാവിലെ ചാവി അവിടെ ഏൽപ്പിച്ചിട്ട് ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ. അപ്പോൾ എന്താണ് ഈ നാട്ടിൽ നിയമങ്ങളും വ്യവസ്ഥകളും ജനാധിപത്യവും ഒന്നും ഇല്ലേ? അല്ലെങ്കിൽ സെക്രട്ടറിയുടെ കുടുംബസ്വത്താണോ ഇത്? സെക്രട്ടറിക്ക് തോന്നുമ്പോൾ അങ്ങോട്ട് പറയാൻ. അപ്പോൾ ഇതിൻ്റെ ചട്ടവട്ടങ്ങളെല്ലാം നിയമനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട്, അതായത് ഒരു ബോർഡ് മീറ്റിംഗ് കൂട്ടി അജണ്ട അവിടെ ഇടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്, താൽക്കാലിക ജീവനക്കാരെ പുറത്താക്കാൻ. അതിന് പോലും വെയിറ്റ് ചെയ്യാൻ 6-ാം തീയതി വരെ നിൽക്കാൻ പറ്റാതെ സെക്രട്ടറി വ്യക്തിപരമായിട്ട് ഇന്നലെ വിളിച്ച് ഡ്രൈവറെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തോട് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ പ്രസ് ക്ലബിന്റെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമത്തിലെ മികച്ച റിപ്പോർട്ടറിനുള്ള പുരസ്കാരം ദേശാഭിമാനി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ സയൻസണ്ണും വാർത്താ ചാനലിലെ മികച്ച റിപ്പോർട്ടിനുള്ള പുരസ്കാരം മാതൃഭൂമി ന്യൂസ് എഡിറ്റർ EV കൃഷ്ണനും സമ്മാനിക്കും. 15,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന സമ്മാനം ഫെബ്രുവരി ആദ്യവാരം സമ്മാനിക്കും. തൃശൂർ പ്രസ് ക്ലബിന്റെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. TV അച്യുതവാര്യരുടെ സ്മരണാർത്ഥം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അച്ചടി ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടുകൾക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളും അമൃത TV ക്യാമറമാൻ PV അയ്യപ്പന്റെ സ്മരണാർത്ഥമുള്ള പ്രഥമ വീഡിയോഗ്രാഫി പുരസ്കാരവുമാണ് പ്രഖ്യാപിച്ചത്. അച്ചടി മാധ്യമത്തിലെ മികച്ച റിപ്പോർട്ടിനുള്ള പുരസ്കാരം ദേശാഭിമാനി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ സയൻസിനും വാർത്താ ചാനലിലെ മികച്ച റിപ്പോർട്ടിനുള്ള പുരസ്കാരം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം യൂണിറ്റിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ EV ഉണ്ണികൃഷ്ണനും സമ്മാനിക്കും. കാലാവസ്ഥാ വ്യതിയാനം, രാജവെമ്പാലയുടെ പ്രജനനത്തിൽ മാറ്റം എന്ന റിപ്പോർട്ടാണ് സയൻസിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. ജലജീവി എന്ന റിപ്പോർട്ടാണ് EV ഉണ്ണികൃഷ്ണനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. PV അയ്യപ്പൻ വീഡിയോഗ്രാഫി പുരസ്കാരം മീഡിയ 1 കൊച്ചി യൂണിറ്റിലെ സീനിയർ ക്യാമറ പേഴ്സൺ സജു പറ്റമൽ പകർത്തിയ ചൂരൽമലയിലെ പുതിയ പാഠങ്ങൾ തിരഞ്ഞെടുത്തു. 15,000 രൂപയും പ്രശംസാപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി ആദ്യവാരം സമ്മാനിക്കും. ദേശാഭിമാനി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്ററായിട്ടുള്ള സയൻസണ്ണനാണ് ഈ പുരസ്കാരം നൽകാൻ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. സയൻസൺ ഉള്ള പേര് തന്നെ വളരെ ശ്രദ്ധേയമാണ്. സയൻസും ഉള്ളതിൽ ആണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ വാർത്തയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് വളരെ ശ്രദ്ധേയമായിട്ട് അതിൽ ശാസ്ത്രമുണ്ട്, വാർത്തയുണ്ട്, മറ്റതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് സമഗ്രമായിട്ട് അതിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സയൻസിന് ആ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത്. അതിൽ പരിസ്ഥിതി സംബന്ധമായ വാർത്ത എന്ന പരിഗണനയ്ക്ക് അർഹമായത് രാജവെമ്പാലയുടെ പ്രജനന കാലത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയും യൂക്കാലിപ്റ്റസ് വെച്ചുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയും ആണ്. ഇതിൽ ഇങ്ങനെ മികച്ചത് എന്ന് തോന്നിയ 2-3 ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ, SP രവി, CA കൃഷ്ണൻ എന്നിവർ അടങ്ങിയ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്തിരിപ്പാല ജനറേഷൻ Z തലമുറയിലെ വിദ്യാർത്ഥികളെക്കുറിച്ചും മാറ്റം വരേണ്ട പാഠ്യപദ്ധതി പരിഷ്കാരങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി മൗണ്ട് സീന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ സെമിനാർ ജനുവരി 7-8 ദിവസങ്ങളിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ മൗണ്ട് സീന കോളേജ് ഈ കാര്യം കൃത്യമായി പഠിക്കുകയും റിസർച്ച് നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത ഒരു വിഷയമാണ് ഈ തലമുറ, അതായത് ജെൻസി എന്ന് പറയുന്ന ജനറേഷൻ Z, 1997-നും 2012-നും ഇടയ്ക്ക് ജനിച്ച ഈ തലമുറയാണ് ഇപ്പോൾ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ഉള്ളത്. ഈ തലമുറയുടെ വിദ്യാഭ്യാസവും
അതുപോലെ തന്നെ ഈ തലമുറയെ എങ്ങനെ പഠിപ്പിക്കണം, ഈ തലമുറയ്ക്ക് വേണ്ട വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന രൂപത്തിൽ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എങ്ങനെ നിർവഹിക്കണം എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ 2 ദിവസമായി നമ്മുടെ ദേശീയ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പാലക്കാട് ബ്രഹ്മകുമാരീസ് സുവർണ ജൂബിലി ആഘോഷത്തിലേക്ക് ജനുവരി 26-ന് സർഗോത്സവം എന്ന പേരിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബ്രഹ്മകുമാരി മീന പാലക്കാട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എടത്തറ കോട്ടയിൽ കൺവെൻഷൻ സെൻ്ററിലാണ് ആഘോഷ പരിപാടികൾ. എടത്തറയിലെ കോട്ടയിൽ കൺവെൻഷൻ സെൻ്ററിലാണ് വൈകിട്ട് 3:30 മുതൽ 8 വരെ സുവർണ ജൂബിലി ആഘോഷം നടക്കുക. നാളിതുവരെയുള്ള അരനൂറ്റാണ്ട് കാലത്തെ ആത്മീയ സേവനത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ചടങ്ങിൽ ബ്രഹ്മകുമാരീസ് അഡീഷണൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ രാജയോഗിനി ബ്രഹ്മകുമാരി ജയന്തി ദിദിജി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ധ്യാനം ഐക്യത്തിനും വിശ്വസ്തതയ്ക്കും എന്ന ശീർഷകത്തിൽ ദീദിയുടെ പ്രസംഗവും ധ്യാനവും നടക്കും. ബ്രഹ്മകുമാരി ആസ്ഥാനം തമിഴ്നാട്, പുതുശ്ശേരി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്നും പ്രമുഖർ പങ്കെടുക്കും. പാലക്കാട്ടെ ബ്രഹ്മകുമാരീസിൻ്റെ ആത്മീയ സേവന യാത്രയിലെ ചരിത്രം രേഖപ്പെടുത്തുന്ന സംഗമം ഉത്സവമാണ് 26-27 തീയതികൾ നടക്കുന്നതെന്നും ബ്രഹ്മകുമാരി മീന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് ബ്രഹ്മകുമാരീസിൻ്റെ മഹാതപസ്വിനി രാജയോഗിനി ജയന്തി ദീദി. 7 വയസ്സിൽ ബ്രഹ്മകുമാരീസിൻ്റെ കോണ്ടാക്റ്റിൽ വന്നതാണ്. കാരണം ദീദിയുടെ ഫാമിലി, അമ്മയും മുത്തശ്ശിയും എല്ലാം ആധ്യാത്മിക മാർഗത്തിൽ ബ്രഹ്മകുമാരീസുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. ജനിച്ചത് പൂനെയിലാണ്, വളർന്നതും പഠിച്ചതും എല്ലാം ലണ്ടനിലാണ്. സോ പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരത്തിൻ്റെ ഒരു ബ്രിഡ്ജ് പോലെ നിലനിന്നുകൊണ്ട് ബ്രഹ്മകുമാരീസിൻ്റെ ഈ സേവനങ്ങളെ മറ്റ് ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഏകദേശം 140 രാജ്യങ്ങളിൽ ബ്രഹ്മകുമാരീസിൻ്റെ സേവനങ്ങളുണ്ട്. വാർത്താസമ്മേളനത്തിൽ മീനയ്ക്കൊപ്പം BK കവിത, BK അരവിന്ദാക്ഷൻ, BK ഗോപാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SNDP പരുത്തിപ്പുള്ളി ശാഖയുടെ നേതൃത്വത്തിൽ കൗമാരക്കാരായ വിദ്യാർത്ഥിനികൾക്ക് കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. പരുത്തിപ്പുള്ളിയിലെ ഗുരുമന്ദിരത്തിലായിരുന്നു പരിപാടി. SNDP പരുത്തിപ്പുള്ളി ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് പരുത്തിപ്പുള്ളി ഗുരുമന്ദിരത്തിൽ വെച്ച് കൗമാരക്കാരായ വിദ്യാർത്ഥിനികൾക്കായി കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചത്. സ്കൂൾ കൗൺസിലർമാരായ ദർശന, രശ്മി, മായ പ്രഭാകരൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. എന്താ ഈ കൗൺസിലർ കേട്ടിട്ടുണ്ടല്ലേ? സ്കൂളുകളിലൊക്കെ കൗൺസിലർ കേട്ടിട്ടുണ്ട്, നമ്മൾ കോളേജിലേക്ക് പോയി ഡൈവേഴ്സിന് പോയി കൗൺസിലിംഗ് അയക്കുന്നത് കേട്ടിട്ടുണ്ട്. അല്ലാതെ നമുക്ക് വല്ല മാനസിക പ്രശ്നം വന്നാൽ നമ്മൾ കൗൺസിലറിനെ കാണാനുണ്ട് അല്ലേ? അപ്പൊ ഞങ്ങൾ സ്റ്റുഡൻസിന്റെ കൗൺസിലേഴ്സ് ആണ്. എല്ലാവർക്കും അറിയോ? എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും സൈക്കോസോഷ്യൽ കൗൺസിലർ ഉണ്ട് എന്ന് അറിയോ? ഉണ്ട് കേട്ടോ. എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും ഒരു കൗൺസിലർ ഉണ്ട്, ഒരു സൈക്കോസോഷ്യൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലർ ഉണ്ട്. അപ്പൊ എന്തിനാണ് ഈ കുട്ടികൾക്ക് ഈ കൗൺസിലിംഗ്? എന്തിനാണ്? എന്താ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതിന് വലിയ ആളുകൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികൾക്കായിക്കോട്ടെ, എന്താ നിങ്ങൾ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? SNDP പരുത്തിപ്പള്ളി ശാഖാ സെക്രട്ടറി PK വിജയൻ, മറ്റു ശാഖാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനം ജനുവരി 7 മുതൽ 20 വരെ നടത്താനിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടി പഞ്ചായത്തിൽ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ നിർവഹിച്ചു. ആ വിഭാഗത്തെ അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല, ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്ന് 2016 അത് സർക്കാർ തുടങ്ങി വെച്ച പരിപാടിയാണ് അശ്വമേധം എന്ന പരിപാടി. അതിന് മുമ്പ് ഈ കുഷ്ഠരോഗത്തിൻ്റെ പ്രവർത്തനം നമുക്കുണ്ടായി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിപ്പോൾ 7.0 അല്ലേ, 7ാം ഘട്ടമാണ്. 6 ഘട്ടം പൂർത്തീകരിച്ച് 7ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത് വീടുകളിൽ ചെന്ന് കുഷ്ഠരോഗത്തിൻ്റെ ചർമ്മം, നമുക്കറിയാം കുഷ്ഠരോഗത്തെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല, ചർമ്മത്തിൽ വരുന്ന തൊലിയിൽ വരുന്ന പ്രത്യേകതരം അസുഖം ആണ് പിന്നീട് അത് കുഷ്ഠരോഗമായിട്ട് മാറുന്നത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. HI ബിജു സംസാരിച്ചു. മെമ്പർമാരും ആശാവർക്കർമാരും വളണ്ടിയർമാരും പങ്കെടുത്തു. JHI പരിശീലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. HDC പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ചുരങ്ങാട് സ്വദേശിനി മീര ബാലചന്ദ്രനെ ഒറ്റപ്പാലം അർബൻ ബാങ്ക് ആദരിച്ചു. ബാങ്ക് ചെയർമാനും സഹപ്രവർത്തകരും ചുരങ്ങാട്ടെ വീട്ടിലെത്തിയായിരുന്നു മീരയെ ഉപഹാരം നൽകി ആദരിച്ചത്. പാലക്കാട് സഹകരണ കോളേജ് വിദ്യാർത്ഥിനിയായ മീര ബാലചന്ദ്രൻ 2024-25 അധ്യയന വർഷത്തിലാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത്.
ഒറ്റപ്പാലം കാർഷിക വികസന ബാങ്ക് തിരുവാഴിയോട് ബ്രാഞ്ച് മാനേജർ ചുനങ്ങാട് മുട്ടിപ്പാലം ഉള്ളാട്ടിൽ വീട്ടിൽ യു ബാലചന്ദ്രൻ്റെയും ലക്ഷ്മിനാരായണ കോളേജിൽ അധ്യാപികയായ KP പ്രീതയുടെയും മകളാണ് മീര ബാലചന്ദ്രൻ. HDC പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ മീര ബാലചന്ദ്രനെ ഒറ്റപ്പാലം അർബൻ ബാങ്കാണ് അനുമോദിച്ചത്. ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ വിജയുടെ വീട്ടിലെത്തി ബാങ്കിൻ്റെ ഉപഹാരം കൈമാറി. കേരളത്തിൽ 2024-25 അധ്യയന വർഷം 1ാം റാങ്ക് കരസ്ഥമാക്കിയ മീര ബാലചന്ദ്രന് അനുമോദനങ്ങൾ അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ച മീരയെ ഒറ്റപ്പാലം അർബൻ ബാങ്കിൻ്റെ എല്ലാ അനുമോദനങ്ങളും അറിയിക്കുക. ബാങ്ക് ജനറൽ സെക്രട്ടറി ഇൻചാർജ് S സഞ്ജീവ്, V സതീദേവി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം തോട്ടക്കര മോളുകുറിശി അയ്യപ്പൻകാവിലെ ഉത്സവാഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാകും. ഉത്സവാഘോഷ പരിപാടികൾ ഞായറാഴ്ച 6-ന് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജയസുധ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തുടർന്ന് ആദർശ് ആൻഡ് ആദിത്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഡബിൾ തായമ്പക, കലാശൈലം നൃത്തക്ഷേത്രത്തിന്റെ നൃത്തസന്ധ്യ എന്നിവ ഉണ്ടാകും. തുടർന്ന് ദിവസങ്ങളിൽ വൈകിട്ട് കലാപരിപാടികൾ നടക്കും. തിങ്കളാഴ്ച മേളം, ട്രിപ്പിൾ തായമ്പക, ചൊവ്വാഴ്ച തായമ്പക, നൃത്തസന്ധ്യ, ബുധനാഴ്ച മേളം, നാടൻപാട്ട്, ദൃശ്യാവിഷ്കാരം, പച്ചപ്പനന്തത്ത എന്നിവ നടക്കും. ഉത്സവ ദിവസമായ വ്യാഴാഴ്ച രാവിലെ 8-ന് ഡബിൾ തായമ്പക, പകൽ 3-ന് ക്ഷേത്രത്തിൽ നിന്ന് മാത്തൂർ മനയിലേക്ക് എഴുന്നള്ളിപ്പ് പുറപ്പെടും. തുടർന്ന് താലം കൊളുത്തി പാണ്ടിമേളത്തിൻ്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ വൈകിട്ട് 6-ന് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ശേഷം മായന്നൂർ രാജുവിൻ്റെ പ്രമാണത്തിൽ പാണ്ടിമേളം ഉണ്ടാകും. 7:30-ന് വയനാട് MTS അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും. ജനുവരി 4 മുതൽ 8-ാം തീയതിയോടുകൂടിയാണ് ഉത്സവത്തിൻ്റെ സമാപനം ഉള്ളത്. നാളെ മുനിസിപ്പൽ ചെയർപേഴ്സൺ MK ജയസുധ വൈകുന്നേരത്ത് ഉദ്ഘാടനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിശാം വാർഡിലെ കൗൺസിലർ TK ശാലിക പങ്കെടുക്കുന്നുണ്ട്. വലിയ ഗംഭീരമായിട്ടുള്ള വലിയ ഇതല്ലെങ്കിലും പ്രോത്സാഹിപ്പകവനെ സംബന്ധിച്ചിട്ട് ഒരു എല്ലാ വർഷവും തുടർച്ചയായി നടത്തിവരുന്ന പരിപാടികളുടെ ഭാഗമായിക്കൊണ്ടാണ് നടത്തുന്നത്. പ്രസിഡന്റ് K ശിവദാസ്, സെക്രട്ടറി P മുരളീധരൻ, ട്രഷറർ S സനീഷ്, മാനേജർ V സേതുമാധവൻ, വൈസ് പ്രസിഡന്റുമാരായ K വേണുഗോപാൽ, K പ്രസന്നൻ, K പ്രകാശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി ഷൊർണൂർ മേഖലയിലെ വിവിധ ശിവക്ഷേത്രങ്ങളിൽ 100 കണക്കിന് ഭക്തർ ദർശനത്തിനായി എത്തിയിരുന്നു. തിരുവാതിര ദിനത്തിൽ പുലർച്ചെ മുതൽക്ക് തന്നെ വിവിധ ശിവക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി ഒരുങ്ങിയിരുന്നു. ഷൊർണൂർ ടൗൺ സഭാമഠം ശിവക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. അരുൺ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഷൊർണൂർ ചെറുവാലത്തൂർ ശിവക്ഷേത്രത്തിലും രാവിലെ മുതൽ 100 കണക്കിന് ഭക്തർ ദർശനം നടത്തി. വിശേഷാൽ പൂജകളുണ്ടായിരുന്നു. തിരുവാതിരയുടെ വരവറിയിച്ച് കഴിഞ്ഞ രാത്രികളിൽ ഭവനങ്ങളിൽ ചോഴി സംഘങ്ങളും എത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കാരക്കാട് ദേശച്ചോഴി പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ആചാരത്തനിമയോടെ വീടുകളിലെത്തി. പാട്ടുകണ്ടത്തിൽ നിന്നും ചോഴി കെട്ടിയതിനു ശേഷം കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ചോഴിക്കളിക്ക് ശേഷമാണ് പ്രദേശത്തെ ഭവനങ്ങളിലേക്ക് ചോഴി സംഘം എത്തിയത്. ചോഴി എന്നാൽ മധ്യകേരളത്തിലെ നായർ സമുദായക്കാർ ധനുമാസത്തിലെ മകീരം നാളിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രാചീന നാടൻ കലാരൂപമാണ്. ഭൂതഗണങ്ങൾ എന്നർത്ഥം വരുന്ന ചോഴികൾ വാഴയിലയിൽ ഉടുത്ത് മുത്തിയമ്മയും കാലനും ചിത്രഗുപ്തനുമായി വീടുകളിൽ കയറി പാട്ടും നൃത്തവും അവതരിപ്പിക്കുന്നു. ഇത് ചോഴിക്കളി എന്ന വിനോദകലയുടെ ഒരു വകഭേദമാണ്. ഇതിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടുന്നു. വീടുകളിൽ ചോഴികളി കഴിഞ്ഞാൽ രാമായണത്തിലെ ശ്ലോകങ്ങൾ സംഘത്തിലെ ആളുകൾ ചൊല്ലും. അത് കഴിഞ്ഞാൽ കാലൻ കൂവുക പതിവാണ്. പിന്നീട് മുത്തിയമ്മ കളിക്കും. പൈസ തോനെ വന്ന 1 ലക്ഷം ഇട്ട് വേണം. ഇതെന്താ ഇത് മുറുക്കാൻ വാങ്ങാനും പോയിക്കോളിട്ടോ. ഇതൊന്നും പോരാ. നല്ലോണം കളി വരട്ടെ, നല്ലോണം കളി വരട്ടെ. ബടായി മാത്രമേ അറിയോ? 1 ലക്ഷം ഇട്ട് വേണം. 1 പവനെങ്കിലും വേണ്ടേ? അതെ, അതിന്റെ അടുത്ത വർഷം വീണ്ടും കൂടി അത് വിചാരിച്ചിട്ട്
ഒരു കളി കളിക്കട്ടെ. ആ ചെണ്ടക്കാരനെ ഉഷാറാക്കി തുടങ്ങി. അതാ ചെണ്ടക്കാരൻ ഉഷാറാക്കി തുടങ്ങി. പുറത്തേക്കണ്ടേ. ചെക്കന്മാരൊന്നും കാണാനില്ല. വിശ്വസിച്ച് ഏൽപ്പിച്ചോളെ. ചെക്കന്മാര് പാടിയാലേ ഞാൻ പാടുള്ളൂ. അതെ, പറയാത്തോണ്ടാണ് അവരങ്ങോട്ട് പാടട്ടെ. അങ്ങനെ ഉഷാറ് വരട്ടെ. പണം, ചെറുപഴം, നാളികേരം, തോർത്ത്, മുണ്ട് എന്നിവ നൽകിയാണ് വീട്ടുകാർ ചോഴിയെ യാത്രയാക്കുക. കാരക്കാട് ദേശച്ചോഴിക്ക് ഉപയോഗിക്കുന്ന കോപ്പ് 100 വർഷത്തോളം പഴക്കമുള്ളതാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തേനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിൻ്റെ ഭാഗമായി തേനൂർ ഗ്രാമത്തിലെ വീടുകളിലേക്ക് ചോഴി വരവ് നടന്നു. തിരുവാതിര വ്രതമെടുത്ത സ്ത്രീകൾ രാത്രി ഉറക്കമൊഴിച്ച് ഇരിക്കാറുണ്ട്. ഇങ്ങനെ വ്രതം നോൽക്കുന്നവർ ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ശിവൻ്റെ ഭൂതഗണങ്ങൾ ഭൂമിയിലേക്ക് വരുന്നു എന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഈ ഭൂതഗണങ്ങളെയാണ് ചോഴി എന്ന് വിളിക്കുന്നതായി പറയപ്പെടുന്നത്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ മഹാദേവന്റെയും പാർവതിയുടെയും പരിണയം നടക്കുന്നതിന്റെ ആഹ്ലാദാരവുമായി ശിവഭൂതഗണങ്ങൾ നിറഞ്ഞാടിയതിന്റെ ഓർമ്മപുതുക്കലാണ് ചോഴികളെന്നാണ് വിശ്വാസം. തൃശൂർ, പാലക്കാട് ഭാഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രാദേശിക ആചാരമാണിത്. തേനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായാണ് തേനൂർ ഗ്രാമത്തിലെ വീടുകളിലേക്ക് ആദ്യമായി ചോഴിവരവ് നടക്കുന്നത്. ശരീരമാസകലം വാഴച്ചപ്പ് കൊണ്ട് മറച്ച് മുഖം മൂടിയും ധരിച്ചാണ് ചോഴികളെത്തുക. ഭൂതഗണങ്ങൾക്കൊപ്പം മുത്തിയമ്മയും യമധർമ്മനും ചിത്രഗുപ്തനും പട്ടരുമുണ്ടാകും. മേളവും ഇലത്താളവും അകമ്പടിയേകും. തിരുവാതിര വ്രതമെടുക്കുന്ന സ്ത്രീകൾ രാത്രി ഉറക്കമൊഴിച്ച് ഇരിക്കാറുണ്ട്. ഇങ്ങനെ വ്രതം നോക്കുന്നവർ ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ശിവന്റെ ഭൂതഗണങ്ങൾ ഭൂമിയിലേക്ക് വരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഭൂതഗണങ്ങളെയാണ് ചോഴി എന്ന് വിളിക്കുന്നത്. ധനുമാസത്തിലെ മകീരം തിരുവാതിര ദിവസങ്ങളിൽ രാത്രിയിലാണ് ചോഴികൾ വീടുവീടാന്തരം കയറുന്നത്. ഇവർ വീടുകളിൽ വന്ന് താളത്തിൽ നൃത്തം ചെയ്യുകയും പാട്ടുകൾ പാടുകയും ചെയ്യുന്നു. ഇതൊരു വിളവെടുപ്പ് ചടങ്ങ് കൂടിയാണ്. വീടുകളിൽ എത്തുന്ന ചോഴികൾക്ക് വീട്ടുകാർ പണം, അരി, നെല്ല്, പഴം തുടങ്ങിയവ ദാനമായി നൽകുന്നു. അടുത്ത വർഷം നല്ല വിളവ് ലഭിക്കാനുള്ള അനുഗ്രഹമായാണ് ഇതിനെ കാണുന്നത്. ശിവപാർവതി കുടുംബസമേതം പരിലസിക്കുന്ന തേനൂർ ശ്രീ മഹാദേവന്റെ ചോഴികൾ തിരുവാതിരയുടെ വരവറിയിക്കാൻ ആദ്യമായി തേനൂരിലെ ഗ്രാമങ്ങളിൽ ഇറങ്ങുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇന്ത്യൻ ആർമിയിൽ നിന്നും 16 വർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കി ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സൈനികനെ സൈനിക കൂട്ടായ്മ കരിമ്പനക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ജന്മനാടായ പർളിയിൽ സ്വീകരണം നൽകി. പാലക്കാടൻ സൈനിക കൂട്ടായ്മ പ്രസിഡന്റ് സതീഷ്, സെക്രട്ടറി ദിനൽ, വൈസ് പ്രസിഡന്റ് അയ്യപ്പദാസ്, രക്ഷാധികാരി ശിവദാസ് എന്നിവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇനി മാറ്റൊലി. ചതിയൻ ചന്തുവാണ് CPI എന്ന പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നതായി വെള്ളാപ്പള്ളി നടേശൻ. LDFനെ മാർക്കിടാൻ വെള്ളാപ്പള്ളി വരേണ്ടെന്ന് ബിനോയ് വിശ്വം. വെള്ളാപ്പള്ളി നടേശനും CPIയും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന CPIഎമ്മിൻ്റെ തന്ത്രമെന്ത്? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. രാഷ്ട്രീയപരമായിട്ടൊരു നീക്കം പറഞ്ഞപ്പോൾ ഇത് പരിഹരിക്കേണ്ടതും ക്രമീകരിക്കേണ്ടതും ഒരേ വ്യക്തി തന്നെയാണ്. രാഷ്ട്രീയത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആരാണോ തുടങ്ങി വെച്ചത് അവർ തന്നെ അതിനെ പരിഹരിക്കുക. CPMഉം അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്താണല്ലോ ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പരിഹരിച്ചാൽ മാത്രമേ ഈ പരിഹാരത്തിന് നമുക്കൊരു പരിഹാരം കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാംസ്കാരിക പ്രൗഢി വിളിച്ചോതി 13ാമത് ദേശീയ കുടുംബശ്രീ സരസ് മേളയ്ക്ക് ചാരശീലയിൽ തുടക്കം. കേരളത്തിൽ സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണത്തിൽ കുടുംബശ്രീ മുഖ്യ പങ്ക് വഹിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിദാരിദ്ര്യമുക്ത കേരളമെന്ന പ്രഖ്യാപനം സാധ്യമാക്കുന്നതിൽ കുടുംബശ്രീക്ക് മികച്ച പങ്ക് വഹിക്കാൻ കഴിഞ്ഞതായും മുഖ്യമന്ത്രി. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
സംഘർഷാവസ്ഥയെ തുടർന്ന് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത ഏറെ നേരം സ്തംഭിച്ചു. വടക്കാഞ്ചേരി കോഴ വിവാദം അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. CPMന്റെ MP-മാർക്കും MLA-മാർക്കും പങ്കുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും DCC അധ്യക്ഷൻ CPM സംസ്ഥാന സെക്രട്ടറി ആദ്യം തന്നെ പ്രതികരിച്ചതിൽ അസ്വാഭാവികത ഉണ്ടെന്നും ജോസഫ് ടാജറ്റ്. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസ്. ഗുരുവായൂർ സീറ്റിനായി ലീഗും കോൺഗ്രസും വടംവലി തുടങ്ങിയതോടെ വടക്കാഞ്ചേരി വിഷയം രൂക്ഷമായി ലീഗിനെ എതിർക്കാൻ കോൺഗ്രസ് നീക്കം. മറ്റത്തൂരിലെ കൂട്ടുരാജിയും തൃശൂർ മേയർസ് തെരഞ്ഞെടുപ്പിലെ കോഴ വിവാദം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗും. UDF 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് UDF ചെയർമാൻ അടൂർ പ്രകാശ്. LDFനെ 3-ാം വട്ടം പിണറായി തന്നെ നയിക്കുമെന്നത് പിണറായിയുടെ മാത്രം തീരുമാനമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസ് MPയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണമെന്നും അടൂർ പ്രകാശ്. ഒറ്റപ്പാലം പനമണ്ണ ഇത്യൻമലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ക്വാറി പ്രവർത്തനത്തെ ജനകീയമായും നിയമപരമായും നേരിടുമെന്നും ജനകീയ സമരസമിതി. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടും അതെല്ലാം അവഗണിച്ച് ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയ നടപടിക്കെതിരെ ജനകീയ മാർച്ച് നടത്തുമെന്നും ജനകീയ സമിതി ഭാരവാഹികൾ. ഷൊർണൂരിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. സംഭവം നടന്ന JTS സ്കൂൾ പരിസരത്ത്. 2 പേർക്ക് നായയുടെ കടിയേറ്റു, ഒരാൾക്ക് നേരെ ആക്രമണം. പ്രദേശത്തെ ടൗൺ ഹാളിൽ തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണെന്ന് ആക്ഷേപം. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് മതേതരത്വത്തിൽ ഊന്നിക്കൊണ്ട് കാലികമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് AKSTU. വിദ്യാഭ്യാസ വകുപ്പിലെ അവ്യക്തവും ആശങ്കപ്പെടുത്തുന്നതുമായ ഉത്തരവുകൾക്ക് വ്യക്തത വരുത്തണമെന്നും AKSTU ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. AKSTU ജില്ലാ സമ്മേളനം പാലക്കാട്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഷൊർണൂരിലെ 3 പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടിയതെന്ന് CIT ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി. സ്വകാര്യവൽക്കരണത്തിലൂടെ സ്വകാര്യ പാർസൽ സർവീസുകളെയും പണമിടപാട് സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്നും CITU. ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം. മർദ്ദിച്ചത് തമിഴ്നാട്ടിൽ നിന്നും ബസ്സിൽ യാത്ര ചെയ്തിരുന്ന തീർത്ഥാടക സംഘം. ബസ് കസ്റ്റഡിയിലെടുത്ത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.